ആ വലിയ അപകടം നടന്ന വലിയങ്ങാടിയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി തകർന്നു വീണ വൻ ദുരന്തം. 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. ജബ്ബാർ, അഷറഫ്, ബഷീർ എന്നീ കയറ്റിയിറക്ക തൊഴിലാളികൾക്കാണ് അപകടം സംഭവിച്ച് മരണമടഞ്ഞ സാഹചര്യമുണ്ടായത്. 2 പേർക്ക് പരിക്കേറ്റു. അവശിഷ്ടങ്ങൾക്കടിയിൽ അകപ്പെട്ട് നിരവധി വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്. കാലപ്പഴക്കം കാരണം കോർപ്പറേഷൻ പൊളിക്കാനിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. കെട്ടിടം പൊളിക്കുന്ന കാര്യത്തിൽ കോർപ്പറേഷൻ തുടർ നടപടി സ്വീകരിച്ചില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവായ ഫാത്തിമ തെഹ്ലിയ ആരോപിച്ചു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് പരിശോധിച്ചുകൊണ്ട് ഇതെന്താണ് കോർപ്പറേഷൻ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൗൺസിലിലേക്ക് അത്തരത്തിലൊരു അജണ്ട ഇത് ഇങ്ങനെ ഒരു അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് ഇത് എങ്ങനെയാണ് അങ്ങനെ ഒരു അനുമതി നൽകിയത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. ഇപ്പോൾ BJP പ്രതിഷേധം അവിടെ നിന്ന് നടക്കുന്നുണ്ട്. സരീഷ് പി ഉണ്ട് അവിടെ നിന്ന്. സരീഷെ, പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. മേയറുടെ ഓഫീസിലേക്ക് കൗൺസിലർമാർ, BJP കൗൺസിലർമാർ കയറുകയും അവരെ പോലീസ് തടയുകയും ചെയ്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ കാരണമായിട്ടുള്ളത്. ഇപ്പോൾ ഈ പോലീസ് കൗൺസിലർമാരെ ഇതിനകത്തേക്ക് കടത്തിവിടില്ല എന്ന് കാണിച്ചാണ് പ്രതിഷേധം. ഇപ്പോൾ പോലീസും കൗൺസിലർമാരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാവുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മേയർ ഓഫീസിലില്ല, പക്ഷേ മേയറുടെ ഓഫീസിൽ എത്തുകയും അവർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുമാണ്. നേരത്തെ ഓഫീസിന് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഓഫീസിനുള്ളിലും നടത്തുന്നത്. കാരണം ഒരു തരത്തിലും വിട്ടുവീഴ്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ കൗൺസിലർമാരൊക്കെ പറയുന്നത്. നേരത്തെ BJPയുടെ നേതൃത്വത്തിലായിരുന്നു കോർപ്പറേഷൻ ഓഫീസിന് പുറത്ത് പ്രതിഷേധമുണ്ടായിരുന്നത്. പക്ഷേ ഈ പോലീസ് കോർപ്പറേഷനകത്തേക്ക് ആളുകളെ കയറ്റിവിടാനാകില്ല എന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ മുഴുവൻ കൗൺസിലർമാരും ഈ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രവേശിക്കണം എന്ന ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ സെക്രട്ടറിയുമായി നടത്തിയ കൂടിയാലോചനകൾക്കുള്ളിൽ കൗൺസിലർമാർക്ക് മാത്രം ഇതിനകത്തേക്ക് പ്രവേശനം അനുവദിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് 9 കൗൺസിലർമാർ ഇവിടേക്ക് എത്തിയത്. 9 കൗൺസിലർമാരും ഇപ്പോൾ മേയറുടെ ചാമ്പറിലിരുന്ന് മുദ്രാവാക്യം മുഴക്കുന്നതാണ്. മേയറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. മേയർക്കെതിരെയും അതോടൊപ്പം തന്നെ സെക്രട്ടറിക്കെതിരെയും നരഹത്യ കുറ്റം ചുമത്തണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഗുരുതരമായ അനാസ്ഥ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത്രത്തോളം അനുമതി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നു. 3 ജീവനുകൾ പൊലിയാൻ കാരണം ഈ നഗരസഭയുടെ കോർപ്പറേഷന്റെ വീഴ്ചയാണ്. ആ കെട്ടിടം പ്രവർത്തനരഹിതമാണ് എന്ന് കോർപ്പറേഷൻ തന്നെ സർട്ടിഫൈ ചെയ്യുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടും തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അതിലൊന്നും തന്നെ ഇടപെടാൻ കോഴിക്കോട് കോർപ്പറേഷൻ തയ്യാറായില്ല. അതിന് തൊട്ടു പിന്നാലെ പുതിയ കടകൾക്ക് അനുമതി നൽകുക പോലും, അതായത് 2 മാസം മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനക്ഷമമല്ല, അത് അടച്ചുപൂട്ടണം എന്നൊരു നിർദ്ദേശം നൽകിയ കെട്ടിടം, ആ കെട്ടിടത്തിൽ 1 മാസം മുൻപ് എങ്ങനെയാണ് പുതിയ കടയ്ക്ക് അനുമതി നൽകിയത് എന്നുള്ളതാണ് കൃത്യമായി ഇവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കരിങ്കൊടി വീശി പ്രതിഷേധിക്കുകയാണ് BJP കൗൺസിലർമാർ. അവിടെ കറുത്ത തുണി വിരിച്ച്, അവരുടെ ടേബിളിൽ കറുത്ത തുണി വിരിച്ച് പ്രതിഷേധിക്കുകയാണ്. മേയറുടെ ചേംബറിന് മുകളിൽ കറുത്ത തുണി വിരിച്ച് പ്രതിഷേധിക്കുകയാണ് BJP പ്രവർത്തകർ. കരിങ്കൊടി കാട്ടുന്നതിന് തുല്യമായി കറുത്ത തുണി വിരിച്ച്, ചേംബറിന് മുന്നിൽ കറുത്ത തുണി വിരിച്ച് പ്രതിഷേധിക്കുകയും മേയറുടെ ഭാഗത്ത് മേയർക്ക് എതിരെ കൊലക്കുറ്റം ചുമത്തണം എന്നൊരാവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കെട്ടിടം, അതായത് നേരത്തെ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടം, ആ പാസ്പോർട്ട് ഓഫീസ് അവിടെ നിന്നും മാറ്റിയതുപോലും ആ കെട്ടിടം പ്രവർത്തനക്ഷമമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയായിരുന്നു. ആ കെട്ടിടം അല്ലെങ്കിൽ ആ ഓഫീസ് അവിടെ നിന്നും മാറ്റുന്നു. അതിനുശേഷം ആ ഓഫീസ് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ അതേ കെട്ടിടത്തിൽ പിന്നീട്
തുടർച്ചയായി ഗോഡൌണുകൾക്ക് പോലും പെർമിഷൻ നൽകുന്നു, അനുമതി നൽകുന്നു എന്നുള്ളതാണ് കണ്ടത്. അതിൻ്റെ ബാക്കി പത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്ന് ഒരു കെട്ടിടം മുഴുവനായി തകർന്നു വീഴുകയും അതിൻ്റെ സൺഷെയ്ഡ് തകർന്നു വീഴുകയും അതിൻ്റെ ഭാഗമായി 3 ജീവനുകൾ പൊലിയുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ കോഴിക്കോട് നവ്യ ഹരിദാസ് നമ്മളൊപ്പം ചേരുകയാണ്. ഗുരുതരമായ വീഴ്ചയാണോ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്? 3 ജീവൻ പൊലിയ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ആ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുടെ പ്രതീകമായിട്ട് ആ 3 ജീവൻ പൊലിഞ്ഞതിലുള്ള ഖേദപ്രകടനമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ കരിങ്കൊടി മേയറുടെ ഡെസ്കിൽ വിരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ബഹുമാനപ്പെട്ട മേയർ, ഇന്ന് കോഴിക്കോട് കോർപ്പറേഷന്റെ വികസന സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളായിട്ട് വികസന സെമിനാർ നടക്കാറുണ്ട്, എന്നാൽ വികസനം മാത്രം നടക്കുന്നില്ല എന്നുള്ളതാണ്. ആ വികസന സെമിനാർ കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ബഹുമാനപ്പെട്ട മേയർ കസേരയിൽ എത്തേണ്ടതാണ്. ഇനി ഈ പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട് മാറി നിൽക്കുകയാണെങ്കിൽ അത് ഏതറ്റം വരെ പോകണമെന്നുള്ളത് ഞങ്ങൾ നോക്കും. നേരത്തെ BJP ഇത്തരത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് ഈ കെട്ടിടം ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പൊളിക്കേണ്ട കെട്ടിടമുണ്ട്, പക്ഷെ അതൊന്നും തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കൽ വരെ കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ധനകാര്യ കമ്മിറ്റിയിൽ ഇരുന്ന വ്യക്തിയാണ്. അവിടെ ഓരോ ലൈസൻസ് പുതുക്കാൻ വരുമ്പോഴും ആ പുതുക്കാൻ വരുന്ന സമയത്ത് തന്നെ ഉദ്യോഗസ്ഥരെ രേഖപ്പെടുത്താറുണ്ട് കെട്ടിടം അൺഫിറ്റ് ആണ് എന്നുള്ളത്. ആ അൺഫിറ്റായ കെട്ടിടത്തിന്റെ പാളികൾ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ ഒരു തേപ്പ് നടത്തിക്കൊണ്ട് അത്തരം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിന്റെ ഒട്ടും സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ ഒരു ചെറിയൊരു അമെന്റ്മെന്റ് പോലും നടത്താതെ അതേ കെട്ടിടം വീണ്ടും പുതുക്കി നൽകിക്കൊണ്ട് ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനാണ്. അതിൽ സെക്രട്ടറിക്ക് പങ്കുണ്ട്, മേയർക്ക് പങ്കുണ്ട്, ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട്. ഈ കെട്ടിടം പൊളിക്കണം എന്ന് പറഞ്ഞ ഒരു കെട്ടിടം അതിൽ 1 മാസം മുൻപാണ് പുതിയൊരു ഷോപ്പിന് പോലും ലൈസൻസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അഴിമതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ഭരണസമിതി ഉൾപ്പെടെയുള്ള അഴിമതി ഉണ്ട് തന്നെയാണ്. അഴിമതി അല്ലാതെ എന്താണ് കോഴിക്കോട് കോർപ്പറേഷനകത്തുള്ളത്? അഴിമതി ലഭിക്കുന്ന ഇടങ്ങളിൽ മാത്രം ഈ ലൈസൻസ് ആണെങ്കിൽ തന്നെ പാവപ്പെട്ട ജനങ്ങളെ ഊറ്റിയെടുത്തുകൊണ്ട് ആ ലൈസൻസ് എടുക്കുക എന്നല്ലാതെ ആ ആളുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. BJP ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൽ ബഹുമാനപ്പെട്ട മേയറുടെയും സെക്രട്ടറിയും പേരിൽ കൊലക്കുറ്റം ചുമത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. തീർച്ചയായിട്ടും ഇവിടെ ബഹുമാനപ്പെട്ട മേയറെ കണ്ട് അദ്ദേഹത്തെ അഡ്രസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകൂ. മേയറെ കണ്ട് കൃത്യമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും, അതിനുശേഷം മാത്രമേ ഇവിടെ നിന്നും പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ BJP കൗൺസിലർമാർ എല്ലാം തന്നെയുള്ളത്. കാരണം അത്രത്തോളം വലിയ വീഴ്ച അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായും ഒക്കെ ചർച്ച നടത്തുകയാണ്. നിലവിൽ ഇവരോട് പറയുന്നത് മേയർ ഇവിടെ ഇല്ല, മേയർ ഏത് സമയത്ത് എത്തും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനുശേഷം മാത്രം കൗൺസിലർമാർ അല്ലെങ്കിൽ ഈ കൗൺസിലർമാർക്ക് മേയറെയും ഒപ്പം തന്നെ സെക്രട്ടറിയെയും കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്.